ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കോപ്പറേറ്റീവ്സ് ആൻഡ് എൻവിയോൺമെൻറ്റ് ഇൻ ആഫ്രിക്ക, അപ്പം അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ചില കോപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്. അതിലെ കൊക്കോ കോപ്പറേറ്റീവ്സ്, അതുപോലെ തന്നെ ആഫ്രിക്കൻ കോൺഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷൻ നെയ്റോബിയിൽ വരുന്നതാണ്. പിന്നെ കിളിമഞ്ചാരോ നേറ്റീവ് കോപ്പറേറ്റീവ് യൂണിയൻ തൻസാനിയയിലെ. പിന്നെ നമുക്ക് കുറച്ച് കോപ്പറേറ്റീവ് തിങ്കേഴ്സ് ഉണ്ടല്ലോ, റോബർട്ട് ഓവൻ, ലൂയിസ് ബ്ലാങ്ക്, പിന്നെ വി എൽ മെഹത്ത, പിന്നെ ഗാഡ്ഗിൽ. ഇവരുടെയൊക്കെ ആ ഒരു കോപ്പറേഷൻ്റെ സ്ഫിയറിലുള്ള അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പം ആദ്യം നമുക്കിതിൻ്റെ കോപ്പറേറ്റീവ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ആഫ്രിക്ക നമുക്ക് നോക്കാം. ഇപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ കോപ്പറേറ്റീവ്സ് വളരെയധികം സക്സസ്ഫുൾ ആണ്, വളരെയധികം വിജയിച്ചിട്ടുണ്ട് ഈ ഒരു കോപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ. കാരണം കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു നേരോ എഫേർട്ടിന് അപ്പുറത്തേക്ക് കുറേയും കൂടെ വിപുലമായിട്ടുള്ള അല്ലെങ്കിൽ കുറേയും കൂടെ വിശാലമായിട്ടുള്ള വാല്യൂസ് അടങ്ങുന്ന ഒരു കൊമേഴ്സ്യൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇവിടെ സാധാരണ കൊമേഴ്സ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നേരോ പെർസ്യൂട്ടിനപ്പുറത്തേക്ക് കുറേയും കൂടെ വിശാലമായിട്ടുള്ള മൂല്യങ്ങളാൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കൊമേഴ്സ്യൽ ഓർഗനൈസേഷനാണ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ കോപ്പറേറ്റീവ്സ് ആർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബിസിനസ്സസ്. അത് പ്രധാനവുമായിട്ടത് ബിസിനസ് സംരംഭങ്ങൾ തന്നെയാണ്. എന്നാൽ അതേസമയം അത് പ്രവർത്തിക്കുന്നത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ബേസിലാണ്, അല്ലേ? നമ്മൾ അത് തുറന്നതും അതുപോലെ തന്നെ സ്വമേധയാ ഉള്ളതുമായിട്ടുള്ള മെമ്പർഷിപ്പിനെ അടിസ്ഥാനമാക്കിയിട്ട് വരുന്ന ഒരു പ്രസ്ഥാനമാണ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കൺസ്യൂമേഴ്സിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ അവരുടെ ഉടമസ്ഥതയിൽ തന്നെയുള്ള ഒരു സംരംഭമാണ്. ആരാണോ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ അല്ലെങ്കിൽ ആർക്കാണോ അവരെ സർവീസസ് നൽകുന്നത് ആ ആളുകളുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ആ കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സൺസിൻ്റെ ഇൻഡിവിജ്വൽസിൻ്റെ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളാണ് കോപ്പറേറ്റീവ്സ്, അല്ലേ? കോപ്പറേറ്റീവ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് പല ഫോറിൻ കൺട്രീസിലെയും കോപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങളെ കുറിച്ച്. അപ്പോൾ അതിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് ഒട്ടുമിക്ക കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകളും പ്രവർത്തിക്കുന്നത്. മെമ്പേഴ്സിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സർവീസസ് ആർക്കാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ തന്നെ ഓണർഷിപ്പിലാണ് ഏത് വരുന്നത്, ഈ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ വരുന്നത്. അപ്പോൾ എക്കണോമിക് ഫെയർനെസ് അല്ലെങ്കിൽ സാമ്പത്തിക നീതി പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ടാണ് ഏത് പ്രവർത്തിക്കുന്നത്, കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകളെല്ലാം തന്നെ അവരെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവരെ പ്രോഫിറ്റബിലിറ്റി എന്നുള്ള ആ ഒരു നീഡിനോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ കൂടെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഏത് വരുന്നത്, കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകൾ പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മൾ ആഫ്രിക്കയിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ മോർ ദാൻ 40% ഓഫ് ഓൾ ഹൗസ് ഹോൾഡ് ആർ മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അവരുടെ മൊത്തം ആളുകളിൽ ഒരു 40%-നേക്കാൾ കൂടുതൽ ആളുകൾ ഏതിലെ അംഗങ്ങളാണ്, ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങളാണ് ആഫ്രിക്കയിൽ. അപ്പോൾ നമ്മൾ അവരെ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ
ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് അവിടുത്തെ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനുകളിൽ ബിഗ്ഗസ്റ്റ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനുകളാണ് അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല നേഷണൽ എക്കോണമീസിൻ്റെയും അതായത് ദേശീയ സമ്പദ് വ്യവസ്ഥകളിലും കോപ്പറേറ്റീവ്സിനെ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ അവർ നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സാലറീഡ് ജോബ്സും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ആഫ്രിക്കയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോപ്പറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 40% കൂടുതൽ ആളുകൾ ഈ ഒരു സൊസൈറ്റിയിലെ അംഗങ്ങളാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു ദ കോപ്പറേറ്റീവ് ഹാവ് ക്രിയേറ്റഡ് എ ഗ്രേറ്റ് നമ്പർ ഓഫ് സാലറീഡ് ജോബ്സ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ആഫ്രിക്ക അല്ലേ. പക്ഷേ എന്നിരുന്നാലും ഈ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷനിൽ കോപ്പറേറ്റീവ്സിനുള്ള ഈ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അവരുടെ ആ ഒരു റോൾ ഉണ്ടല്ലോ, ഇറ്റ് ഹാസ് ബീൻ നെഗ്ലക്റ്റഡ് ബൈ എംപ്ലോയ്മെൻറ്റ് പ്ലാനേഴ്സ്, കോപ്പറേറ്റീവ് പ്രൊമോഷൻ ഏജൻസീസ്, സോഷ്യൽ പാർട്ട്നേഴ്സ് ആൻഡ് ഡോണർ ഓർഗനൈസേഷൻസ് അലൈക്സ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷനിലെ കോപ്പറേറ്റീവ്സിൻ്റെ ആ ഒരു പങ്കാളിത്തം എംപ്ലോയ്മെൻറ്റ് പ്ലാനേഴ്സും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രൊമോഷൻ ഏജൻസീസും സോഷ്യൽ പാർട്ട്നേഴ്സും ഡോണർ ഓർഗനൈസേഷൻസൊക്കെ ഒരേപോലെ അവരത് നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും കോപ്പറേറ്റീവ്സിനെ അവരെ കൺസിഡർ ചെയ്തിരുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ ചില എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫങ്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ടൂൾസ് ആയിട്ടാണ് അവരെ കൺസിഡർ ചെയ്തിരുന്നത്. അല്ലാതെ ഇപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, അത് കൺസോളിഡേറ്റ് ചെയ്യുന്ന, മെമ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഓട്ടോണമസ് ഓർഗനൈസേഷനായിട്ട് ഇതിനെ പരിഗണിച്ചിരുന്നില്ല, കോപ്പറേറ്റീവ്സിനെ പരിഗണിച്ചിരുന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിനു വേണ്ടി ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ഫങ്ഷൻസ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു ടൂള് മാത്രമായിട്ട് അവർ ഈ ഒരു സഹകരണ പ്രസ്ഥാനത്തെ കണ്ടു. അപ്പോൾ ഈ ഒരു കോപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു പോളിസി ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിനെ വലിയ ഒരു ഡാമേജസ് ഉണ്ടാക്കി. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓൺഡാണ്, ഗവൺമെൻറ്റിൻ്റെ പോളിസീസും ഫങ്ഷൻസും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ടൂള് മാത്രമായിട്ട് വന്നു, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ വന്നു. അപ്പോൾ ആ ഒരു പോളിസി ഓഫ് ഇൻകോർപ്പറേഷൻ ഇറ്റ് ഹാസ് ഡൺ ഗ്രേറ്റ് ഡാമേജസ് ടു കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ ആഫ്രിക്ക. പക്ഷേ അതിൽ നമുക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആഫ്രിക്കയിലെ എക്കണോമിക് റിഫോംസും അതുപോലെ തന്നെ ഡെമോക്രാറ്റൈസേഷൻ പ്രോസസ്സൊക്കെ വന്നതോടുകൂടെ അപ്പോൾ അതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ ഇപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോടുള്ള അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനോടുള്ള ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുതിയ സാമ്പത്തിക പരിഷ്കരണവും അതുപോലെ തന്നെ ഡെമോക്രാറ്റൈസേഷൻ പ്രോസസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം കോപ്പറേറ്റീവ്സിനോടുള്ള ഗവൺമെൻറ്റിൻ്റെ പോളിസീസിൽ ഭാഗ്യവശാൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായി. അതുപോലെ തന്നെ മിക്ക ആഫ്രിക്കൻ കൺട്രികളിലും ഈ ഒരു കോപ്പറേറ്റീവ് ഇതുള്ളത്, അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് ആ ഒരു പോളിസിയിൽ നിന്ന് അവരെ ചേഞ്ചസ് ഒക്കെ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും എക്കണോമിക്, പൊളിറ്റിക്കൽ, ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എൻവിയോൺമെൻറ്റ് ഇല്ലേ, ഇവരുടെ ഭരണപരമായിട്ടുള്ള അന്തരീക്ഷം ഇതൊക്കെ ഏതിനെ അനുകൂലമായിട്ട് ഒരു ജെന്യുയിൻ സെൽഫ് റിലയൻ്റ് ആൻഡ് ഓട്ടോണമസ് കോപ്പറേറ്റീവ് ആൻഡ് സിമിലർ ഓർഗനൈസേഷനുകളുടെ ഡെവലപ്മെൻറ്റിനെ
സഹായകമാണ്. അപ്പോൾ ഇന്ന് മുന്നത്തെ പോലെയല്ല ഈ ഒരു എക്കണോമിക് റിഫോംസും ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സൊക്കെ വന്നതോടുകൂടെ ഒട്ടുമിക്ക ആഫ്രിക്കൻ കൺട്രീസിൻ്റെയും സാമ്പത്തികവും രാഷ്ട്രീയവും അതുപോലെ തന്നെ ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എൻവയോൺമെൻറ്റ് ഇപ്പം ഇങ്ങനെ ജെന്യുവനായിട്ടുള്ള, അതായത് യഥാർത്ഥമായിട്ടുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള എന്താ പറയുക, അതായത് സ്വാശ്രയം, സെൽഫ് റിലയൻ്റ്, സ്വാശ്രയം, സ്വന്തം കാലിൽ നിൽക്കാവുന്ന സ്വയംഭരണ സഹകരണ സംഘങ്ങളുടെയും അതേപോലുള്ള ഓർഗനൈസേഷനുകളുടെയൊക്കെ ഡെവലപ്മെൻറ്റ്സിന് ഇതെല്ലാം ഇന്ന് സഹായകമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷൻസ് ജോബ് ക്രിയേറ്റ് ചെയ്യുന്നതിലും അതുപോലെ ആഫ്രിക്കയിലെ പൂറസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ എംപവർമെൻറ്റ്, അവരുടെ ശാക്തീകരണത്തിനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിതി കുറച്ച് ആഫ്രിക്കയിൽ മാറിയിട്ടുണ്ട് ആദ്യത്തേതിനേക്കാളും. പിന്നെ നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ഇപ്പോൾ ഒരു കോമൺ ഇൻട്രസ്റ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ സ്വമേധയാ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു അസോസിയേഷനെയാണ് നമ്മൾ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അത് രൂപീകരിച്ചിരിക്കുന്നത് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ഓർഗനൈസേഷനുകളായിട്ടാണ്. അതുപോലെ തന്നെ ഈ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിലെ മെമ്പേഴ്സ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു അണ്ടർടേക്കിങ്സിൽ നിന്നുള്ള റിസ്ക് ആൻഡ് ബെനഫിറ്റ് അവരെ ഈക്വലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കോമൺ എൻഡ് ഓർ ഇൻട്രസ്റ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ ആളുകൾ സ്വമേധയാ ഒരുമിച്ച് ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു ജനാധിപത്യപരമായ രീതിയിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ, അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫനിഷൻ പറയുന്നുണ്ട്, ഒരു രജിസ്റ്റേർഡ് അതിനേക്കാളും കുറച്ചുകൂടെ എന്താ പറയുക, അത്രയും അങ്ങോട്ട് ഫോർമൽ അല്ലാത്ത, രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ്സിൻ്റെ അത്രയും ഫോർമൽ അല്ലാത്ത ഒരു ലെസ് ഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ആൻഡ് അസോസിയേഷൻസ് ആണ് ആഫ്രിക്കയിൽ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അസോസിയേഷൻ ഓർഗനൈസേഷൻസ് ഈ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നത് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ എക്കണോമിക് ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്. അപ്പോൾ ഇവിടെ ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തു വരുന്നതാണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിനെയും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെയും ബേസ് ചെയ്തിട്ടാണിത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ്സ് ഇൻ ആഫ്രിക്കയിലെ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ഇത്രയേ പറയുന്നുള്ളൂ. കോപ്പറേറ്റീവ്സിനെ എന്താ പറയുക, അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫെർട്ടൈൽ ലാൻഡാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു യുണീക്ക് ജിയോഗ്രഫിക്കൽ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഫ്രിക്ക അറിയപ്പെടുന്നത് തന്നെ. പക്ഷേ ഈ ഒരു എന്താ പറയുക, നേച്ചുറൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നതിൽ അവരത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. അപ്പം അത് വീക്കർ സെക്ഷനെ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിലേക്ക് അത് നയിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും പ്രൊമോട്ട് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അവിടെ വരുന്നത്. ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് പീരീഡ്സിലായിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. കോപ്പറേറ്റീവ്സ് ഇൻ ആഫ്രിക്ക ത്രൂ ഡിഫറെൻറ്റ് പീരീഡ്സ്. കോപ്പറേറ്റീവ്സ് ഇൻ ആഫ്രിക്ക ത്രൂ ഡിഫറെൻറ്റ് പീരീഡ്സ്. ഇങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിട്ടാണ് ഏതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്? ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ
സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫറെൻ്റ് സ്റ്റേജസ് ഓർ ഫേസസിലായിട്ടാണ് ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ്സിൻ്റെ സ്റ്റോറീസ് പാസ് ചെയ്യുന്നത്. ഒന്ന് ട്രഡീഷണൽ ആൻഡ് മോഡേൺ പീരീഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പീരീഡിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, നമുക്ക് എങ്ങനെ സ്റ്റഡി ചെയ്യാം? ട്രഡീഷണൽ പീരീഡ് ആൻഡ് മോഡേൺ പീരീഡ്. ട്രഡീഷണൽ ആൻഡ് മോഡേൺ പീരീഡ്. നമ്മളിങ്ങനെ 2 ഡിഫറെൻ്റ് പീരീഡ്സിലായിട്ടാണ് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്. ട്രഡീഷണൽ പീരീഡും വരുന്നുണ്ട്, മോഡേൺ പീരീഡും വരുന്നുണ്ട്. ദെൻ മോഡേൺ പീരീഡിലെ അല്ലെങ്കിൽ മോഡേൺ കോപ്പറേറ്റീവ്സ് നമ്മൾ 2 ആംഗിളിൽ നിന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്. ഒന്ന് കൊളോണിയൽ പീരീഡും പിന്നൊന്ന് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓർ ആഫ്റ്റർ ഇൻഡിപെൻഡൻറ്റ് പീരീഡുമാണ്. അപ്പോൾ മോഡേൺ പീരീഡ് തന്നെ ഏത് വരുന്നുണ്ട്? കൊളോണിയൽ പീരീഡ് വരുന്നുണ്ട്, പിന്നെ വരുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പീരീഡാണ്. കൊളോണിയൽ പീരീഡ് ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പീരീഡ് ഓർ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്. ഇങ്ങനെ 2 പീരീഡുകളിലായിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ട്രഡീഷണൽ ഫോം ഓഫ് കോപ്പറേറ്റീവ്സ് നോക്കാം. ഇപ്പോൾ ആഫ്രിക്കയിലുടനീളം ഈ ട്രഡീഷണൽ ഫോം ഓഫ് കോപ്പറേറ്റീവ്സ് നമുക്ക് കാണാം. പരമ്പരാഗത രീതിയിലുള്ള സഹകരണ സംഘങ്ങളെയാണ് നമ്മൾ ട്രഡീഷണൽ ഫോം ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ആഫ്രിക്ക നമുക്കത് കാണാനായിട്ട് സാധിക്കും. ദെൻ ഈ ഒരു കോപ്പറേറ്റീവ്സിൻ്റെ പ്രത്യേകത ദാറ്റ് സർവൈവ്ഡ് ഓർ പാസ്ഡ് ത്രൂ കൊളോണിയലിസം ആൻഡ് വിത്ത്സ്റ്റുഡ് ദ സ്ട്രക്ചറൽ ചേഞ്ചസ് ദാറ്റ് അക്കമ്പനീഡ് മോഡേൺ സൊസൈറ്റി. അതായത് കൊളോണിയലിസത്തിലൂടെ സർവൈവ് ചെയ്തിട്ടുള്ളതും മോഡേൺ സൊസൈറ്റിയോടൊപ്പമുള്ള ആ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസുമായിട്ട് നിലകൊള്ളുന്നതുമായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകൾ. അതാണ് ഏത് ട്രഡീഷണൽ ഫോം ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൊളോണിയലിസം, അതിലൂടെ കൊളോണിയൽ പവേഴ്സ് ഉണ്ടല്ലോ, അതിലൂടെ അല്ലെങ്കിൽ അതിൽ നിന്ന് സർവൈവ് ചെയ്തിട്ടുള്ളത് മോഡേൺ സൊസൈറ്റിയുടെ അതോടൊപ്പമുള്ള ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടല്ലോ, ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളുമായിട്ടൊക്കെ നിലകൊള്ളുന്ന ഒരു ഗ്രൂപ്പ് ഓർ അസോസിയേഷൻ, അതിനെയാണ് നമ്മൾ ട്രഡീഷണൽ ഫോം ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആഫ്രിക്കയിലെ പ്രത്യേകിച്ചും റൂറൽ ഏരിയാസിലെ ഇന്നും ഏത് ഉണ്ട്, ഈ ട്രഡീഷണൽ കോപ്പറേറ്റീവ്സ് വൈബ്രൻ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നും വരെ ഏതവിടെ ഉണ്ട്, ഈ ഒരു ട്രഡീഷണൽ കോപ്പറേറ്റീവ്സ് അവിടെ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ചും റൂറൽ ഏരിയാസിൽ. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ട്രഡീഷണൽ കോപ്പറേറ്റീവ്സ് വരുന്നത് എന്ന്. അപ്പോൾ ട്രഡീഷണൽ പീരീഡിലെ നമുക്ക് വരുന്നത് ട്രഡീഷണൽ കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ ട്രഡീഷണൽ കോപ്പറേറ്റീവ്സിലെ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് റോസ്കാസ് ആണ്. റോസ്കാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷൻ ആണ്. റൊട്ടേറ്റിംഗ് സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷൻ, അതാണ് റോസ്കാസ്. റൊട്ടേറ്റിംഗ് സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷൻ. അപ്പോൾ റോസ്കാസ് ആണ് നമുക്ക് ഒരു ഫോം ഓഫ് ട്രഡീഷണൽ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഈ റോസ്കാസിനെ തന്നെ ഫ്രഞ്ച് സ്പീക്കിംഗ് ആഫ്രിക്ക ഉണ്ട്, ഫ്രഞ്ച് സംസാരിക്കുന്ന ആഫ്രിക്ക ഉണ്ടല്ലോ, ഫ്രഞ്ച് സ്പീക്കിംഗ് ആഫ്രിക്ക, അവിടെ ഈ റോസ്കാസ് അറിയപ്പെടുന്നത് ടോണ്ടിനസ് എന്നുള്ള പേരിലാണ്. ടോണ്ടിനസ് പേരൊക്കെ ഒരുമാതിരിയാണ്, ആഫ്രിക്കയല്ലേ. അപ്പോൾ ഫ്രഞ്ച് സ്പീക്കിംഗ് ആഫ്രിക്കയിലെ റോസ്കാസ് അറിയപ്പെടുന്നത് ടോണ്ടിനസ് എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ ഒരു ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ വളരെ വ്യാപകമായിട്ട്
കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് റോസ്കാസ് എന്ന് പറയുന്നത് കേട്ടോ. ദീസ് ഗ്രൂപ്പ് ആർ ഒമിനിപ്രസൻറ്റ് ഓൺ ദ കോണ്ടിനെൻ്റ്. അപ്പോൾ ആ ഒരു ഭൂഖണ്ഡത്തിലെ ഒമിനിപ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ സർവ്വവ്യാപിയായിട്ടുള്ള എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും കാണപ്പെടുന്ന അല്ലെങ്കിൽ സർവ്വവ്യാപിയായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് റൊട്ടേറ്റിംഗ് സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ആ പേരിന്നറിയാം റൊട്ടേറ്റിംഗ് സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷൻ ആണ്. അപ്പോൾ അവർ പ്രധാനമായിട്ടും അവർക്ക് സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് ആണ് അതിൽ വരുന്നത്. സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സിന് പുറമേ ആയിട്ട് മ്യൂച്വൽ സോഷ്യൽ അസിസ്റ്റൻസ് കൂടെ, നമ്മൾ പരസ്പര സാമൂഹിക സഹായം എന്ന് പറയില്ലേ, അപ്പോൾ ആ ഒരു മ്യൂച്വൽ സോഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഇലമെൻ്റ് കൂടെ ഏതിലെ ഉൾക്കൊള്ളുന്നുണ്ട്, ഈ റൊട്ടേറ്റിംഗ് സേവിങ്സ് ക്രെഡിറ്റ് അസോസിയേഷൻ അഥവാ റോസ്കാസിലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ആളുകൾ മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യുന്നതിനും സെലിബ്രേറ്റ് ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഏബിളാണ് ഈ ഒരു ഗ്രൂപ്പ്. അതാണ് ഈ ഒരു റോസ്കാസിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ ഫോം ഓഫ് ഓർഗനൈസേഷനാണ് റോസ്കാസ്. അത് ഫ്രഞ്ച് സ്പീക്കിംഗ് ആഫ്രിക്കയിൽ ഇത് ടോണ്ടിനസ് എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷനാണ്. അപ്പോൾ മെമ്പേഴ്സിൽ നിന്നുള്ള സേവിങ്സ് കളക്ട് ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ളവർക്ക് ക്രെഡിറ്റ് കൊടുക്കുകയും ചെയ്യുന്ന, അല്ലെ ലോണൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് ഈ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സർവ്വവ്യാപിയായിട്ട് അല്ലെങ്കിൽ എവിടെയും കാണപ്പെടുന്ന ഒരു ഇതാണ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് അസോസിയേഷൻ ബേസ്ഡ് ഓൺ മ്യൂച്വൽ വർക്ക് ഷെയറിംഗ് ആണ്. മ്യൂച്വൽ വർക്ക് ഷെയറിംഗ് അസോസിയേഷൻ ബേസ്ഡ് ഓൺ മ്യൂച്വൽ വർക്ക് ഷെയറിംഗ് വേറൊരു ഗ്രൂപ്പ് ഓഫ് ട്രഡീഷണൽ കോപ്പറേറ്റീവ് ആണ്. അതായത് നമ്മളിപ്പോൾ ലാർജ് ഓർഗനൈസേഷനുകളൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, ലാർജ് ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്താ പറയുക, കൺസ്ട്രക്ഷൻ വർക്ക്, ഹാർവെസ്റ്റിങ്. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ സംരംഭങ്ങളാണ്. ഒരുപാട് ലാബേഴ്സിനെയൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ലാർജ് ലേബർ ഇൻറ്റൻസീവ് വെഞ്ചേഴ്സാണ് കൺസ്ട്രക്ഷൻസും ഹാർവെസ്റ്റിങ്ങും ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് ഹാർവെസ്റ്റിങ്സൊക്കെ എങ്ങനെ ചെയ്യുക, ഒരു മ്യൂച്വൽ വർക്ക് ഷെയറിംഗ് എന്നുള്ള രീതിയിൽ ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി രൂപീകരിച്ചിട്ടുള്ള അസോസിയേഷനുകളാണ് അസോസിയേഷൻസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ വർക്ക് ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം വർക്ക് ഷെയർ ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അസോസിയേഷൻ. ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കാണെങ്കിലും ഹാർവെസ്റ്റിംഗ് ആണെങ്കിലും ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ കുറേ ആളുകൾ പരസ്പരം ജോലി ഷെയർ ചെയ്തുകൊണ്ട് അവരെ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടെ രൂപീകരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ അതും ഒരു ഫോം ഓഫ് ട്രഡീഷണൽ കോപ്പറേറ്റീവ്സ് ആണ്. ദെൻ മറ്റൊരു ട്രഡീഷണൽ കോപ്പറേറ്റീവ് ഫോം എന്ന് പറയുന്നത് പ്രൊവൈഡ് സോഷ്യൽ അസിസ്റ്റൻസ് ടു കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇൻ നീഡ്സ് ആണ്. അതായത് മെമ്പേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് സോഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് അപ്പോൾ ആവശ്യമുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ സാമൂഹിക സഹായം കൊടുക്കുക. അപ്പോൾ അതിനു വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ദെൻ ആ ഒരു ഗ്രൂപ്പ് ആഫ്രിക്കയിലെ ആ ഒരു ഗ്രൂപ്പ് അറിയപ്പെട്ടിരുന്നത് ഉബുണ്ടിൻ എന്നുള്ള പേരിലാണ്. ഉബുണ്ടിൻ. അപ്പോൾ ആഫ്രിക്കയിലെ ഈ ഒരു ഗ്രൂപ്പ് അല്ലേ, സോഷ്യൽ സർവീസസ് മെമ്പേഴ്സിനെ നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പ് ആഫ്രിക്കയിൽ അറിയപ്പെടുന്നത് ഉബുണ്ടിൻ എന്നുള്ള പേരിലാണ്. ഈസ്റ്റ് ആഫ്രിക്കയിൽ അത് ഉമോജ എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. ഉമോജ ഈസ്റ്റ് ആഫ്രിക്കയിൽ. അപ്പോൾ ട്രഡീഷണൽ കോപ്പറേറ്റീവ്സിൽ ഒന്ന് റോസ്കാസ് ആണ്, പിന്നെ മ്യൂച്വൽ വർക്ക് ഷെയറിംഗ് അസോസിയേഷൻസ്, പിന്നെ ഒന്ന് വരുന്നത് ഉബുണ്ടിൻ ആൻഡ് ഉമോജ ആണ്. അത് രണ്ടും എന്താണ്,
മെമ്പേഴ്സിനെ അല്ലേ, കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള സോഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള കോപ്പറേറ്റീവ്സ് ആണ്. അത് ഈസ്റ്റ് ആഫ്രിക്കയിൽ ഉമോജ എന്നുള്ള പേരിലും ആഫ്രിക്കയിലെ ബാക്കി ഭാഗങ്ങളിലെ ഉബുണ്ടിൻ എന്നുള്ള പേരിലുമാണ് അറിയപ്പെടുന്നത്. പിന്നെ ഒന്ന് വരുന്നത് ബറിയൽ സൊസൈറ്റിയാണ്. ബറിയൽ സൊസൈറ്റി. ഈ ബറിയൽ സൊസൈറ്റി സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ തന്നെ എത്യോപ്യയിലൊക്കെ കണ്ടുവരുന്ന ഒരു മൈക്രോ ഇൻഷുറൻസ് ഫാമിലുള്ള ഒരു സൊസൈറ്റി, ഒരു ഗ്രൂപ്പാണ് ഈ ബറിയൽ സൊസൈറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. അതും ഒരു ട്രഡീഷണൽ കോപ്പറേറ്റീവ്സ് ഫോമിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇപ്പം സാധാരണ ബറിയൽ സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ form of friendly society constituted for the purpose of providing funeral expenses of the members. ഇപ്പോൾ മെമ്പേഴ്സിൻ്റെ ഫ്യൂണറൽ എക്സ്പെൻസസ് ഒക്കെ, മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ അതിന് വരുന്ന ആ ഒരു ചെലവുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട്ലി സൊസൈറ്റീനെയാണ് നമ്മൾ ബറിയൽ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും സൗത്ത് ആഫ്രിക്കയിലും എത്യോപ്യയിലൊക്കെ ഉള്ള ഒരു ഫോം ഓഫ് മൈക്രോ ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഇവിടെ അതിലെ മെമ്പേഴ്സിന് വേണ്ട ഒരു ഫ്യൂണറൽ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഏതിലെ വരുന്നത്, ട്രഡീഷണൽ പീരീഡിലെ, അതായത് ട്രഡീഷണൽ കോപ്പറേറ്റീവ്സിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ റോസ്കാസ്, മ്യൂച്വൽ വർക്ക് ഷെയറിംഗ് ഗ്രൂപ്പ്സ്, പിന്നെ ഉബുണ്ടിൻ ആൻഡ് ഉമോജ, ദെൻ ബറിയൽ സൊസൈറ്റീസ്. ദെൻ നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ ആഫ്രിക്കൻ ഫോം ഓഫ് കോപ്പറേറ്റീവ്സ്. ഇപ്പോൾ ട്രഡീഷണൽ ആഫ്രിക്കൻ ഫോം ഓഫ് കോപ്പറേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഈ ഒരു കൊളോണിയൈസേഷൻ്റെ ആ ഒരു ഇമ്പാക്റ്റിലൂടെ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഒരു യുണീക്ക് പ്ലേസ് ആണ് ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ്സിന് വരുന്നത്. മോഡേൺ ടൈംസിൽ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു കോളനിവൽക്കരണത്തിൻ്റെ ഒരു സ്വാധീനത്തിലൂടെ ഈ ഒരു കോപ്പറേറ്റീവ്സിനെ ആഫ്രിക്കയിൽ ഒരു പ്രത്യേക സ്ഥാനം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ്സിൻ്റെ സ്കോപ്പ് എത്ര വലുതാണെങ്കിലും അതുപോലെ തന്നെ അവയുടെ ഇമ്പാക്റ്റ്, അതായത് സ്വാധീനം, അത് എത്ര സ്ട്രോങ് ആണെങ്കിലും ഈ കോപ്പറേറ്റീവ്സ് പലപ്പോഴും ലോക്കലി റൂട്ടഡ് ആണ് അല്ലേ, അതായത് പ്രാദേശികമായിട്ട് അതവിടെ വേരൂന്നിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കോപ്പറേറ്റീവ്സ് എല്ലാം തന്നെ were defined within the frame of communities. അപ്പോൾ കമ്മ്യൂണിറ്റീസിൻ്റെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒട്ടുമിക്ക കോപ്പറേറ്റീവ്സുകളും. അതുപോലെ തന്നെ സോഷ്യൽ ക്ലാസ്സുകൾക്കിടയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒന്നുമാണ് ആഫ്രിക്കയിലെ. ഇനി മോസ്റ്റ് ഓഫ് ദ കേസസ് എടുക്കുകയാണെങ്കിലും ഇതിലെ മെമ്പർഷിപ്പ് വളരെ ചെറുതായിരിക്കും. വളരെ കുറച്ച് ആളുകളാണ് ഇതിൽ ഓരോ ഗ്രൂപ്പിലും മെമ്പേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ മെമ്പേഴ്സ് എല്ലാം തന്നെ ഒരു പ്രത്യേക സോർട്ട് ഓഫ് ബോണ്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, ഒന്നുകിൽ സോഷ്യൽ ക്ലാസ്സിനെ അടിസ്ഥാനമാക്കിയിട്ട്, അല്ലെങ്കിൽ ഇൻകം ലെവലിനെ ബേസ്, ഒരു പെർട്ടിക്കുലർ ഇൻകം ലെവലിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പ് ഓർ ഒറിജിനലിൽ വരുന്നത്, പ്രൊഫഷണൽ, ഒക്യുപ്പേഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക സോർട്ട് ഓഫ് ബോണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോപ്പറേറ്റീവ്സ് എല്ലാം തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇതിൽ തന്നെ രണ്ടോ അതിലധികമോ കാറ്റഗറീസ് ഉൾപ്പെട്ടിട്ടുള്ളതായിരിക്കാം ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ഇല്ലാതെ തന്നെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഗ്രൂപ്പുകൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അവരെ ഒരുപാട് ക്യാഷ്, സെക്യൂരിറ്റീസ് ഇല്ലാതെ തന്നെ അവരൊരുപാട് ക്യാഷ്, പണം അവരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ വർക്ക് ഉണ്ടല്ലോ, അതൊരിക്കലും ഏതെങ്കിലും ഒരു റിട്ടേൺ എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടല്ല, മറിച്ച് ട്രസ്റ്റ് ഓർ വിശ്വാസം, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. പിന്നെ ദേ ആർ മോസ്റ്റ്ലി ടെമ്പററി ഓർ സീസണൽ ഇൻ നേച്ചർ. കാരണം ഒരു ചില ആവശ്യങ്ങളുടെ ആ ഒരു എമർജൻസ് ഓർ ആവിർഭാവത്തിലൂടെയാണ് ഇതിലെ ഒട്ടുമിക്ക സൊസൈറ്റീസും രൂപീകരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സർട്ടൻ നീഡ്സ് അവിടെ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ അവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയാണ്. അപ്പോൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടെ അത് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മോസ്റ്റ്ലി അല്ലേ, ദേ ആർ മോസ്റ്റ്ലി ടെമ്പററി ഓർ സീസണൽ ഇൻ നേച്ചർ. ദെൻ ഈ ഒരു ആഫ്രിക്കൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് മോഡേൺ കോപ്പറേറ്റീവ്സിൻ്റെ ആധുനിക സഹകരണ സംഘങ്ങളുണ്ടല്ലോ, അവയുടെ ചില വാല്യൂസ് ആരെ ഷെയർ ചെയ്യുന്നുണ്ട്, ഈ ഒരു ആഫ്രിക്കൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോഡേൺ കോപ്പറേറ്റീവ്സുമായിട്ട് സഹകരിച്ചുകൊണ്ട് സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ആഫ്രിക്കൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ. അപ്പോൾ ഇന്നും ആഫ്രിക്കയിലെ ഇങ്ങനെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ കാണാനായിട്ട് സാധിക്കും. അവ മോഡേൺ കോപ്പറേറ്റീവ്സിൻ്റെ ചില മൂല്യങ്ങൾ ഷെയർ ചെയ്യുകയും അവരോടൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ട്രഡീഷണൽ കോപ്പറേറ്റീവ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൽ ഇത്രയേ വരുന്നുള്ളൂ. ട്രഡീഷണൽ എന്ന് പറയുന്നത് കോളനിവൽക്കരണത്തിലൂടെ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കോപ്പറേറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ മോഡേൺ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ അതോടൊക്കെ കൂടെ വന്നിട്ടുള്ള ചെറിയ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ് ട്രഡീഷണൽ. ദെൻ 4 കാറ്റഗറീസ് ആണ് വരുന്നത്. റോസ്കാസ്, ദെൻ ടോണ്ടിൻ എന്നും പറയും, ടി ആണ് കേട്ടോ അത്, ടോണ്ടിൻസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ മ്യൂച്വൽ വർക്ക് ഷെയറിംഗ് ഗ്രൂപ്പ്, ഉബുണ്ടിൻ ആൻഡ് ഉമോജ ബറിയൽ സൊസൈറ്റിയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് മോഡേൺ കോപ്പറേറ്റീവ്സ് ഇൻ അമേരിക്ക നോക്കാം. മോഡേൺ കോപ്പറേറ്റീവ്സ് ഇൻ ആഫ്രിക്ക, അമേരിക്ക അല്ല കേട്ടോ, മോഡേൺ കോപ്പറേറ്റീവ്സ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ആധുനിക സഹകരണ സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ആഫ്രിക്കയിലുടനീളം മോഡേൺ കോപ്പറേറ്റീവ്സിൻ്റെ ഫോർമേഷന് പിന്നിലുള്ള പ്രൈമറി ഇനീഷ്യേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കൊളോണിയൽ പവേഴ്സാണ്. അതായത് കോളനി ശക്തികൾ എന്നൊക്കെ പറയും, അവരാണ് പ്രൈമറി ഇനീഷ്യേറ്റിംഗ് ഫോഴ്സ് ഈ ഒരു കോപ്പറേറ്റീവ്സ് രൂപീകരിക്കുന്നതിൻ്റെ. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ്സ് ഫോം ചെയ്യുന്നതിലേക്ക് അവരെ നയിച്ചിട്ടുള്ള അവരുടെ ആ ഒരു റിയൽ മോട്ടോ അല്ലെങ്കിൽ യഥാർത്ഥ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആഫ്രിക്ക ആൻഡ് ആഫ്രിക്കൻസ്, ആഫ്രിക്കയുടെയും ആഫ്രിക്കൻസിൻ്റെയും വികസനം എന്നുള്ളതല്ല തീർച്ചയായിട്ടും, അല്ലെങ്കിൽ വ്യക്തമായിട്ടും. പിന്നെ അവരെന്താണ് ഉദ്ദേശിച്ചത്, റൂറൽ ഏരിയാസിലെ എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഓർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതിനാണ് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എക്കോണമി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ കൺട്രോൾ ചെയ്യുന്നതിലൂടെ അവരുടെ ക്യാഷ് ക്രോപ്സ് അല്ലെങ്കിൽ നാണ്യവിളകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റൂറൽ ഏരിയാസിലെ സാമ്പത്തിക പ്രവർത്തനത്തിനെ അതിനായിട്ട് ഒരു സിസ്റ്റം, ഒരു സംവിധാനം സൃഷ്ടിക്കുക, അതിനാണ് അവരെ ശ്രമിച്ചു കൊണ്ടിരുന്നത്. അല്ലാതെ ആഫ്രിക്കയുടെയോ ആഫ്രിക്കൻ ജനതയുടെയോ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടല്ല അവർ ഈ ഒരു കോപ്പറേറ്റീവ്സ് രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ
അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മണി ലെൻഡേഴ്സിൽ നിന്നും ട്രേഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും ഫാമേഴ്സിനെ ഒരു പരിധി വരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ അതൊരു പരിധി വരെ ഇപ്പോൾ ഈ ഒരു മണി ലെൻഡേഴ്സിൽ നിന്നും എക്സ്പ്ലോയിറ്റിംഗ് ട്രേഡേഴ്സിൽ നിന്നൊക്കെ ഫാമേഴ്സിനെ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ ക്യാഷ് ക്രോപ്സിൻ്റെ ഇൻക്രീസസിന് വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്തിരുന്നതെങ്കിൽ കൂടെ ഫാമേഴ്സിനെ കുറച്ചൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർക്ക് കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മോഡേൺ കോപ്പറേറ്റീവ്സ് ക്യാൻ ബി വ്യൂഡ് ഓർ സ്റ്റഡീഡ് ഇൻ 2 സെക്ഷൻ അല്ലേ? കൊളോണിയൽ കോപ്പറേറ്റീവ്സ് ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കോപ്പറേറ്റീവ്സ്. അപ്പം നമ്മൾ മോഡേൺ കോപ്പറേറ്റീവ്സ് കൊളോണിയൽ കോപ്പറേറ്റീവ്സ് ആയിട്ടും കൊളോണിയൽ കോപ്പറേറ്റീവ്സ് വരുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ഓർ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കോപ്പറേറ്റീവ്സ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കോപ്പറേറ്റീവ്സ്. ഇങ്ങനെ 2 രീതിയിലാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കൊളോണിയൽ കോപ്പറേറ്റീവ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ അവരുടെ കോപ്പറേറ്റീവിൻ്റെ ചരിത്രത്തിൽ 2 മേജർ മൈൽ സ്റ്റോണുകളാണ് ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് കൊളോണിയൽ പീരീഡ്. അപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയലും അതുപോലെ തന്നെ ഫ്രഞ്ച് കൊളോണിയൽ പീരീഡ്സിനെ കുറിച്ചാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. പിന്നെയും ഒരുപാട് കൊളോണിയൽ പീരീഡ്സ് വരുന്നുണ്ട്. ബെൽജിയം പൊസഷൻ, അതും ഈ ആദ്യം പറഞ്ഞ ഈ 2 എണ്ണം ഉണ്ടല്ലോ, ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് കൊളോണിയൽസ്, അതിനോട് എന്താ പറയുക, അതേപോലെ തന്നെയുള്ള അതിനോട് സാമ്യതയുള്ള ഒന്ന് തന്നെയാണ് ഈ ബെൽജിയം പൊസഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോർച്ചുഗീസ് സ്പീക്കിംഗ് ആഫ്രിക്ക വരുന്നുണ്ട്, ലെസോഫോൺസ്. അവിടെ പക്ഷേ കോപ്പറേറ്റീവ്സ് അത്ര അധികം വൈഡ്ലി പ്രൊമോട്ടഡ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് കൊളോണിയൽ പീരീഡ് ഇൻ ആഫ്രിക്ക ആർ 2 മേജർ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ദ കോണ്ടിനെൻറ്റ്. അപ്പം നമുക്ക് ആദ്യം ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ് നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി 1930s വരുന്നത്. അപ്പോൾ കൊളോണിയൽ പീരീഡിൽ തന്നെ നമുക്ക് 2 എണ്ണം വരുന്നുണ്ട് അല്ലേ? ബ്രിട്ടീഷും വരുന്നുണ്ട്, ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡും നമുക്ക് വരുന്നുണ്ട്, പിന്നെ ഫ്രഞ്ചും വരുന്നുണ്ട്, ഫ്രഞ്ച് കൊളോണിയൽ പീരീഡും വരുന്നുണ്ട്. അതിലെ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ് 1930s വരുന്നത്. 1930കളിലൊക്കെയാണ് ഈ ഒരു ത്രൂ ഔട്ട് ആഫ്രിക്ക ഈ ഒരു കോപ്പറേറ്റീവ്സ് ബ്രിട്ടീഷുകാരെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇവരെ ഈ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പാറ്റേൺ ഓഫ് കോപ്പറേഷൻ ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരെ കോപ്പറേറ്റീവ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരുന്നത്. അതിന് പുറമെ ബ്രിട്ടീഷുകാരെ ഒരു സ്പെഷ്യൽ കോപ്പറേറ്റീവ് ആക്ട് അവരെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി, അതായത് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ്, ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ്. ഇതൂടെ ആരെ സ്ഥാപിച്ചു? ബ്രിട്ടീഷുകാരെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഫ്രിക്കയിലെ ഒരു പവർഫുൾ ബിസിനസ് വെഞ്ചറായിട്ട് കോപ്പറേറ്റീവ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെയധികം പരിശ്രമം ആരെടുത്തിട്ടുണ്ടായിരുന്നു? ഒരു ഓൺഗോയിങ് എഫേർട്ട് ബ്രിട്ടീഷുകാർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരൊരു വേർട്ടിക്കൽ സ്ട്രക്ചറാണ് കോപ്പറേറ്റീവ്സിന് വേണ്ടിയിട്ട് അവരെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വേർട്ടിക്കൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്തിട്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് മോസ്റ്റ്ലി കൺട്രോൾഡ് ബൈ എഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ്, ദാറ്റ് ടു ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഒക്കെ കൺട്രോൾ ചെയ്തിരുന്നത് ഈ ഒരു ബ്രിട്ടീഷ് പീരീഡ്, കൊളോണിയൽ പീരീഡിലെ
ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ അതാണ് 1930s വന്നിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ പാറ്റേൺ ഓഫ് കോപ്പറേഷൻ, ആ ഒരു പാറ്റേണിലാണ് അവരത് ഡെവലപ്പ് ചെയ്തിരുന്നത്. സ്പെഷ്യൽ കോപ്പറേറ്റീവ് ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തു. അതുമാത്രമല്ല, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഒരു പവർഫുൾ ബിസിനസ് വെഞ്ചറായിട്ട്, ബിസിനസ് സംരംഭമായിട്ട് ആഫ്രിക്കൻ കോപ്പറേറ്റീവ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. പിന്നെ വേർട്ടിക്കൽ സ്ട്രക്ചറാണ് കോപ്പറേറ്റീവ്സിന് അവരെ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ആ റൂറൽ ഏരിയാസിലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഒക്കെ ഏകദേശം ഒട്ടുമിക്കതും അവരെ കൺട്രോൾ ചെയ്തിരുന്നത് ഈ ഒരു ബ്രിട്ടീഷ് കോളനിയിലായിരുന്നു. ഇത്രയാണ് നമുക്കതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫ്രഞ്ച് കൊളോണിയൽ കോപ്പറേറ്റീവ്സ് ആണ്. ഫ്രഞ്ച് കൊളോണിയൽ കോപ്പറേറ്റീവ്സിൽ പറയുന്നത് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1920s. 1920കളിലാണ് ഫ്രഞ്ച് കൊളോണിയൽ കോപ്പറേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1920കളിലാണ്. ഈ ഒരു പീരീഡിലെ മെയിൻ കോപ്പറേറ്റീവ് സെക്ടറിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സിപ്പാണ്. SIP, സിപ്പ് എന്ന് പറയും. SIP, സിപ്പ് എന്ന് പറയും. സിപ്പ് എന്ന് പറയുന്നത് സൊസൈറ്റീസ് ഇൻഡിജീൻസ് ഡി പ്രിവോയൻസ് ആണ്. അതായത് സിപ്പ് സൊസൈറ്റീസ് ഇൻഡിജീൻസ് ഡി പ്രെവോയൻസ് ഇതാണ് സിപ്പ് എന്ന് പറയുന്നത്. സൊസൈറ്റീസ് ഇൻഡിജീൻസ് ഡി പ്രിവോയൻസ്, സിപ്പ് എന്ന് പറയും. അതാണ് ആ ഒരു കോപ്പറേറ്റീവ് സെക്ടറിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി അറിയപ്പെടുന്ന ആ ഒരു പേരാണ് സൊസൈറ്റി. നമ്മളിപ്പോൾ ഡയറി കോപ്പറേറ്റീവ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സൊസൈറ്റീസ് ഇൻഡിജൻ ഡി പ്രിവോയൻസ് എന്നാണ് അവിടുത്തെ ആ ഒരു സിപ്പ്, അതാണ് അവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി അറിയപ്പെടുന്നത്. ഇതൊരു പാരാസ്റ്റേറ്റൽ ഓർഗനൈസേഷനാണ്. അതായത് പാരാസ്റ്റേറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതൊരു സെമി പബ്ലിക് സ്റ്റാറ്റസ് ഉള്ള, നമ്മൾ പറയില്ലേ സെമി ഓട്ടോണമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി പബ്ലിക് സ്റ്റാറ്റസ് ഉള്ള സെൻട്രലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ്സ്, അതായത് സ്റ്റേറ്റിൻ്റെ അവരുടെ ഉടമസ്ഥതയിലുള്ള ഓർഗനൈസേഷനുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാരാസ്റ്റേറ്റൽ ഓർഗനൈസേഷൻ ആയിരുന്നു ഇത്. അതുപോലെ തന്നെ ഈ ഒരു സിപ്പ് അവരെ ഈ സിപ്പ് രൂപീകരിച്ചതിൻ്റെ അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിരുന്നത് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ എന്നുള്ള രീതിയിലാണത് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഈ ഒരു സൊസൈറ്റി അറിയപ്പെട്ടിരുന്നത് സൊസൈറ്റീസ് ആഫ്രിക്കൻസ് ഡി പ്രിവോയൻസ് എന്നാണ്. അപ്പോൾ ഈ സൊസൈറ്റി ഇൻഡിജീൻസ് എന്നുള്ളതിന് പകരം അവിടെ എന്താണ് അവരെ പിന്നീട് അറിയപ്പെട്ടിരുന്നത്? സൊസൈറ്റീസ് ആഫ്രിക്കൻസ് ഡി എന്ന പേരിലാണത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡിജീൻസിന് പകരം പിന്നെ അവിടെ എന്തായി മാറിയത്? ആഫ്രിക്കൻസ് ഡി പ്രിവോയൻസ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നെ ആസ് ടൈം പാസ്ഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ എന്നുള്ള രീതിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതും യൂസ് ചെയ്തതും എന്ന് പറഞ്ഞു. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് നാവിഗേറ്റിംഗ് റൂറൽ ഡെവലപ്മെൻറ്റ് ദേ ബിക്കെയിം സക്സസ്ഫുൾ ഇൻ ഡൊമിനേറ്റിംഗ് റൂറൽ പോപ്പുലേഷൻ ആൻഡ് വർ എഫക്റ്റീവ് ഇൻ ടാക്സ് കളക്ഷൻ. അപ്പോൾ റൂറൽ പോപ്പുലേഷനെ എന്താ പറയുക, അല്ലെങ്കിൽ ഗ്രാമീണ ജനതയെ കീഴടക്കുന്നതിലും അതുപോലെ തന്നെ ടാക്സ് കളക്ഷൻ എഫക്റ്റീവായിട്ട് ടാക്സ് കളക്ട് ചെയ്യുക, അതിലുമാണ് അവർ സക്സസ്ഫുൾ ആയത് എന്ന് മാത്രം. പിന്നെ ഒരു 1955 ഫ്രഞ്ച് അഡ്മിനിസ്ട്രേഷൻ
ഈ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് കോപ്പറേറ്റീവ്സ്, നമ്മൾ പറഞ്ഞു ഇത് പാരാസ്റ്റേറ്റൽ ഓർഗനൈസേഷൻ ആണ് എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് സ്പോൺസേർഡ് കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ആക്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സൂപ്പർവൈസിങ് അതോറിറ്റീസും അവരെ രൂപീകരിച്ചു. പക്ഷേ ഈ രണ്ടും കോപ്പറേറ്റീവ്സിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരു ആക്റ്റീവ് റോളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊരു ആക്റ്റീവ് റോൾ അവർക്കതിൽ എടുക്കാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ആഫ്രിക്കയുടെ ചരിത്രത്തിൽ സോഷ്യോ എക്കണോമിക് റെലവൻസിനായിട്ട് യാതൊരു തരത്തിലുള്ള നേട്ടവും ഈ കോപ്പറേറ്റീവ്സിനെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഈ കോപ്പറേറ്റീവ്സ് എല്ലാം തന്നെ കൊളോണിയൽ ഓഫീസേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് കീഴിലായിരുന്നു. സോ ഇത് സോഷ്യോ എക്കണോമിക് ചാനൽസിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു. ദാറ്റ് മീൻസ് ഈ ഒരു സോഷ്യോ എക്കണോമിക് റെലവൻസിലെ യാതൊരു നേട്ടവും ഉണ്ടാക്കിയെടുക്കാൻ ഇതിനെ കഴിഞ്ഞില്ല. അപ്പം ഇത്രയാണ് നമുക്ക് ഏതിൽ വരുന്നത്, ഫ്രഞ്ച് കൊളോണിയൽ കോപ്പറേറ്റീവ്സിലെ വരുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോപ്പറേറ്റീവ്സ് ഇൻ ആഫ്രിക്കയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ്സ് നമ്മൾ 2 ഡിഫറെൻറ്റ് പീരീഡുകളിലായിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ട്രഡീഷണൽ കോപ്പറേറ്റീവ്സ് ആൻഡ് മോഡേൺ കോപ്പറേറ്റീവ്സ്. അതിലെ ട്രഡീഷണലിലെ നമ്മൾ 4 കാറ്റഗറീസ് പറഞ്ഞു. മോഡേൺ കോപ്പറേറ്റീവ്സിലെ നമുക്ക് കൊളോണിയൽ പീരീഡ് ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പീരീഡാണ് വരുന്നത്. കൊളോണിയൽ പീരീഡിലെ നമുക്ക് ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് കോപ്പറേറ്റീവ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളതിലെ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡും ഫ്രഞ്ച് കൊളോണിയൽ പീരീഡും എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് റൂൾസിൻ്റെ ആ ഒരു അതുമായി ബന്ധപ്പെട്ട കോപ്പറേറ്റീവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.